ചൂരൽമലയിൽ പോലീസ് കാവലുണ്ടെങ്കിലും മോഷ്ടാക്കൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ആൾതാമസമില്ലാത്ത വീടുകളിൽ നിന്ന് ഇപ്പോഴും പലതും മോഷണം പോകുന്നത് തുടർച്ചയാകുന്നുവെന്നാണ് പരാതി. വില്ലേജ് ഓഫീസ് റോഡിൽ വന്നടിഞ്ഞ ഇരുമ്പ് സാധനങ്ങൾ പലതും ഇതിനോടകം കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. സുർജിത് അയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചൂരൽമലയിലെ വില്ലേജ് റോഡിലാണ് ഞാനുള്ളത്. ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ അവരുടെ വീടെല്ലാം തന്നെ ചെളി കയറി അതെല്ലാം തന്നെ പല ഘട്ടങ്ങളിലായിട്ട് മാറ്റിയിട്ടുണ്ട്. ഏറ്റവും അധികം ഈ പുഴ അടിച്ചു കയറി പൂർണ്ണമായ രീതിയിൽ മരങ്ങളെല്ലാം തന്നെ അടിഞ്ഞ ഒരു പ്രദേശമാണ്. ഏറ്റവും അധികം മൃതദേഹങ്ങൾ കണ്ടെത്തിയതും ഈ മേഖലയിൽ നിന്നാണ്, ചാലിയാർ കഴിഞ്ഞാൽ. അവരെല്ലാം തന്നെ ഈ വീട്ടിലുണ്ടായിരുന്ന ശേഷിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് കൂട്ടിവെച്ച് പുറത്ത് വെച്ചതാണ്. പാത്രങ്ങളുണ്ട്, തുണികളുണ്ട്, അങ്ങനെ ശേഷിക്കുന്ന കിട്ടാവുന്ന സാധനങ്ങളെല്ലാം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ പല വീടുകളിലും ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാമായിരുന്നു. പക്ഷേ പല സാധനങ്ങളും വ്യാപകമായി മേഖലയിൽ നിന്ന് മോഷണം പോകുന്നു എന്നുള്ളൊരു പരാതിയാണ് ഇവർ പറയുന്നത്. ഇത് ഇദ്ദേഹത്തിൻ്റെ പേര് ഷിഹാബാണ്. ഷിഹാബിന്റെ വീട് ഇതാണ്. ഇങ്ങനെ വന്നു നോക്കുമ്പോൾ പല സാധനങ്ങളും കാണുന്നില്ല എന്നുള്ള അവസ്ഥയാണുള്ളത്. അതെ ഞങ്ങള് കിച്ചണ് വൃത്തിയാക്കിയിട്ട് കുറച്ച് സാധനങ്ങൾ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് സാധനങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ ഈ ഭാഗത്ത് കുറേ എവിടെ നിന്നെല്ലാം ഒലിച്ചു വന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ അങ്ങനെ കാണാനില്ല. അതും പൊതുവെ ജനങ്ങളെല്ലാവരും പറയുന്നുണ്ട്. നമ്മൾ അയൽവാസിയൊക്കെ ആരൊക്കെയോ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും സംരക്ഷിക്കപ്പെടണം. ഇവിടെ ജനങ്ങളില്ലല്ലോ, എല്ലാവരും പല ഭാഗത്തായിപ്പോയില്ലേ, ചിന്ന ഭിന്നായിപ്പോയി. പല സ്ഥലങ്ങളിലാണ് ഓരോരുത്തർ താമസിക്കുന്നത്. ഇതേപോലെ ഞങ്ങൾ ഒന്ന് വന്ന് നോക്കുമ്പോഴാണ് പിന്നെ ഒന്നും കാണാണ്ടാവുന്നത്. കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് മിസ്സായിട്ടുള്ളൂ. പക്ഷേ പല സ്ഥലത്തുനിന്നും മിസ്സിങ് പറയുന്നുണ്ട് ഓരോരുത്തർ. ചെറിയ സാധനങ്ങൾ കാണിച്ചാൽ സാധാരണക്കാർ പെറുക്കിപ്പോൾ ചെറുതാണ് ജീവിക്കാൻ വേണ്ടി. ഓക്കെ, ഇത് ബൈക്ക് വരെ, കാറുകൾ, അതുവരെ ആ മൂലയ്ക്കൊന്നിട്ടൊന്നും ഒരു സാധനം കാണുന്നില്ല. അപ്പോൾ ഇത് കക്കാൻ വരുന്നത് കള്ളന്മാർ തന്നെയാണെന്നല്ലാതെ ഇപ്പോൾ പെറുക്കാൻ വരുന്നവരൊന്നും ഇത് വന്നിട്ട് ഒറ്റയ്ക്ക് വന്നിട്ട് ഇവിടെ വയസ്സന്മാരെ എടുക്കലുള്ളൂ. അവിടെ അവരെ ജോലി നടത്തുന്നുണ്ട്. ഇവിടെ പിന്നെ ആരൊക്കെ എന്തൊക്കെയാണെന്ന് അറിയില്ല. ഒരു വണ്ടി കയറ്റിയിട്ട് രാത്രി അടിക്കുന്നുണ്ട്. അവിടെ ഉള്ളവർ അങ്ങനെയൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നു. ഇത്രയും രാവിലെയൊക്കെ ആയിട്ട് നന്ന് കൂട്ടിയിട്ടിട്ട് വണ്ടി വിളിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകലാണ്. അങ്ങനെ ആരും ഇവിടെ ആളില്ലല്ലോ ഒന്നാമത്. ഇവിടെ രാത്രികളിലൊന്നും ആളുകൾ ഉണ്ടാവില്ല. അല്ലാത്ത സമയത്ത് ഇപ്പോൾ ഷിഹാബിൻ്റെ വീട് ഇതാ ഈ അറ്റം വരെ ഇങ്ങനെ അതിൻ്റെ അടയാളം കാണാം നമുക്ക്. ഇത്രയും ചളി കയറിയ വീടായിരുന്നു. ആ ചളിയൊക്കെ മാറ്റി പുറത്തേക്ക് ഇട്ടു. ഇവിടെയാണ് ഇങ്ങനെ ഇപ്പോഴും മോഷണം തുടരുന്നൊരു പശ്ചാത്തലമുള്ളത്. കാരണം പല വസ്തുക്കളും, അതായത് ഒന്നുമില്ലാത്തവരാണ് ഇവരൊക്കെ, പൂർണ്ണമായും നഷ്ടപ്പെട്ട ആളുകളാണ്. ആ നഷ്ടപ്പെട്ട ആളുകൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ശേഷിക്കുന്ന വസ്തുക്കൾ പാത്രങ്ങളായും മറ്റുമൊക്കെ കൂട്ടിവെക്കുന്നതാണ്. അതാണ് ഈ വിധത്തിൽ ആളുകൾ കടത്തിക്കൊണ്ട് പോകുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ വേണമെന്നുള്ള ആവശ്യമാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.